ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോഴത്തിന് ഹജ്ജിന്റെ വഴികളിൽ ഉള്ള എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളും സമ്പന്നമായി. നാടൊക്കെ സമ്പത്തായി. അതില മാൻസ മൂസ യാത്ര ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്ത് അങ്ങനെയാണ് ഒരു ജനത ഒന്നിച്ച് ആ ജനതയ്ക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ എല്ലാ സാധനവും അയാളെ ചെലവാക്കുക. ആ നാടുകളിലൊക്കെ വലിയ കച്ചവടം നടന്നു. പോയപ്പോഴും വന്നപ്പോഴും ആ നാടിൻ്റെ ദാരിദ്ര്യം മാറി. ആ മനുഷ്യനെ ഹജ്ജിനോ എന്ന് പോകുന്നു. ആയിരക്കണക്കിന് പള്ളിയുണ്ടായി. മനസ്സിലായില്ലേ? ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ മലയാളി മൻസ മൂസ റഹ്മത്തുള്ളാഹി അലൈഹി. വലിയവാനാ. മൻസ മൂസയെ പോലത്തെ ഒരു മുതലാളി ലോക ചരിത്രത്തിൽ ഇല്ല. അദ്ദേഹം ആഫ്രിക്കയിലെ മാലിക്കാരനാണ്. മാലിക്കി മദ്ഹബിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി മൻസ മൂസ ഉണ്ടാക്കിയതാണ്. ഹജ്ജിന് പോയി വന്നപ്പോഴത്തിന് 1000 പള്ളി ഉണ്ടാക്കിയിരുന്നാൽ. ഹജ്ജിന് പോയി വന്ന വഴികളിൽ ഉള്ള ഗ്രാമങ്ങൾ മുഴുവനും സമ്പന്നമായി. വലിയ വലിയ ഗോളങ്ങളെപ്പോലെ സ്വർണം കൊടുക്കുകയാണ്. മുതലാളി ചരിത്രം കണ്ട ഏറ്റവും വലിയ ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ മുതലാളി മുഅ്മിനുമാണ്. അങ്ങനത്തെ ഒരാൾ പറയണ്ട. അങ്ങനത്തെ ഒരു മുതലാളി ചരിത്രം കണ്ട ഏറ്റവും വലിയ ഒരു ഫഖീർ. ഒന്നുമില്ല. ഈ ഭൂലോകം കണ്ട ഏറ്റവും വലിയ ഒരു മുതലാളിയാണ് മൻസ മൂസ. ഈ ഭൂലോകം കണ്ട ഏറ്റവും വലിയ ഫഖീർ ആയ ഒരാൾ. ഈ രണ്ടും അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിയാൽ ഈ ഫഖീറായ മനുഷ്യൻ യദ്ഖുലുൽ ഫഖീറു ഖബ്ലൽ ഗനി ബി 500 ആം. ഇദാ കാന മുഅ്മിനൈനി, രണ്ടാൾ മുഅ്മിനാണെങ്കിൽ തന്നെയും ഈ ഫഖീറായ മുഅ്മിൻ സ്വർഗ്ഗത്തിൽ കടന്നിട്ട് 500 കൊല്ലം കഴിഞ്ഞ് മുതലാളി സ്വർഗ്ഗത്തിന്റെ വാതിൽ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചോക്കി. ഫഖീറിനെ അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും വിമർശിച്ചിട്ടില്ല. മിസ്കീനെ വിമർശിച്ചിട്ടില്ല. മിസ്കീനെ കുതിച്ചു നബി. അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, മിസ്കീനായി എന്നെ നീ ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും ചെയ്യുകയും മിസ്കീന്മാർ മഹ്ശറിൽ വരുമ്പോൾ ആ കൂട്ടത്തിൽ എന്നെ നീ എത്തിക്കുകയും വേണമേ. റസൂൽ മുസ്തഫ മുതലാളിമാരെ കൂട്ടത്തില എന്നെ ആക്കണേ എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിലില്ല. എന്നല്ല തിരിച്ചുണ്ട്. ഇയ്യാകും വമുജാലസത്തുൽ മൗതാ, ചത്തുപോയവരുടെ കൂടെ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. അപ്പോൾ ഖാലു, സഹാബികൾ ചോദിച്ചു, അമനിൽ മൗതാ, ചത്തവർ ആരാണ് നബിയേ? ഫഖാല, അപ്പോൾ ഹബീബ് പറഞ്ഞു, അൽ അഗ്നിയാ, ചത്തവരെന്നാൽ മുതലാളിമാരാണ്. മുഹമ്മദ് മുസ്തഫ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. എന്തിനാ വിഷമിക്കണേ? ഒന്നും കൂടെ തലൊക്കെ കയറ്റണം. പറഞ്ഞോക്കെ തലൊക്കെ കയറണം. നിങ്ങൾ മുതലാളിമാരുടെ കൂടെ ഇരിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണേ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അമനിൽ മൗതാ, ചത്തവരുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അമനിൽ മൗതാ വമനിൽ മൗതാ, ചത്തവരെന്നാൽ ആരാണ് നബിയേ? ഫഖാല, അപ്പോൾ ഹബീബ് പറഞ്ഞു, അൽ അഗ്നിയാ, മുതലാളിമാർ തന്നെ ചത്തോരാണ്. ഈ ഹദീസ് പറയുന്ന സദസ്സിൽ മഹാനായ അബൂ ദർദാ എന്ന സ്വഹാബി ഉണ്ടായിരുന്നു. ആ ബഹുമാനപ്പെട്ടവര് പറഞ്ഞേ, ഒരു വലിയ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന്, വലിയ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് എന്റെ എല്ല് പൊടിയാകുന്നതിനേക്കാൾ എനിക്ക് വിഷമം ഒരു മുതലാളിയുടെ കൂടെ ഒരു ലഹള ഒരു സെക്കൻഡ് ഇരിക്കലാണ്. ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ ജനാട്ടിന്റെ കൂടെ ഇരുന്നിട്ടില്ല. ആര് പറഞ്ഞു? അബൂ ദർദാ പറഞ്ഞു റളിയല്ലാഹു അൻഹു.
എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നിങ്ങളവിടെ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു 10 റുപ്യേൻ്റെ കച്ചവടം നടക്കണമെങ്കിൽ എന്നെ പറ്റിയാണല്ലേ കുറ്റം പറയുമെന്ന് വിചാരിക്കണം. നിങ്ങളൊന്നും മുതലാളിമാരല്ല. ഒരു മൂക്കുപ്പൊടി ഇങ്ങനെ മേലേക്ക് കയറിയാൽ അത് താഴത്തേക്ക് എടുക്കാൻ പറ്റിയ പൈസ ഈ ഇരിക്കണം ഒരാളെ കയ്യിലുമില്ല, ഈ നാട്ടിലൊരാളെ കയ്യിലില്ല. വിചാരമുണ്ട് മുതലാളിമാരല്ല. ദിവസം പണിക്ക് പോയി ആരാൻ്റെ പണിക്ക് പോണതിന് പകരം അവനാൻ്റെ പണിക്ക് പോയി കഷ്ടപ്പെട്ടാൽ മാത്രം നടന്നു പോകും നിങ്ങളെ ഏർപ്പാടുകൾ. ഇല്ലേ, അത് പൊളിഞ്ഞു പോകും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അറിയാം. ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങളൊന്നും മുതലാളിമാരല്ല. ഇനി ഒരാൾമാരല്ലാന്നും അല്ല, നിങ്ങൾ വിചാരിച്ച് കാൽമകാലായിട്ട് ഇരിക്കും വേണ്ട. പേടിച്ചോളി. വളരെ പ്രശ്നമാണ്. ഇവിടെ ചൂടേറിയാലുള്ള ഗുണമാണല്ലോ ഗുണം. മറ്റതെന്താ? മറ്റത് ഒന്നുമില്ല. ഒരു മുതലാളിയുടെ പെരയിൽ എന്ത് ചെയ്തു? മുതലാളിയുടെ പെരയിൽ ഒരു ചാക്ക് സാമാനം പേടിയിൽ നിന്ന് വാങ്ങിക്കൊടുന്നു. മുഖ്യമന്ത്രിൻ്റെ സമ്മാനം വേറെ ദരിദ്രൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടന എല്ലാ ആഴ്ചയിലും ഫീസ് നിറച്ച് കൊടുക്കുന്ന എത്രയേറെ സംഘടനകളുണ്ട്. സഹായിക്കാൻ ആളെ കിട്ടാതെ കുടുങ്ങി നടക്കുന്ന സംഘടനകളെ നാട്ടിലുണ്ട്. അതുപോലെ സംഘടനകൾ. കാരണം സംഘടനകൾക്ക് ജീവിക്കണമെങ്കിൽ ആളുകളെ സഹായിക്കണം. അതാണ് ബഹുമാനപ്പെട്ട സംഘടനകളുടെ കർമ്മത്ത്. നോക്കൂ, നിങ്ങൾ ചിന്തിക്കും. ഇന്നത്തെ കാലം വളരെ ചിന്തിക്കണം. ഹൃദയം മരിച്ചുപോയ ആളുകളെ പറ്റി പറയുമ്പോൾ എനിക്ക് വല്ലാതെ എൻ്റെ തലയിൽ കൂടി കുള്ളിയാൻ കയറും. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോണത്. ചിന്തിക്കും. എടാ, ഇവിടെ ഒരുത്തനും വലിയ ഇത് പഠിച്ചവൻ്റെ ഭൂമിയാണ്. ഇവിടെ സംഘടനയോ ഒരു വലിപ്പത്തിൽ ഒരുത്തനും വേണ്ട. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഒങ്ങനെയാണ്, ഞങ്ങൾ ഔലിയാണ്, ഞങ്ങൾ ചേമ്പാണ്, ഞങ്ങൾ ചക്കരയാണ്, ഇതൊന്നും ആരും പറയണ്ട. ഇത് പടച്ചമ്പുരാൻ്റെ ഭൂമിയാണ്. ഇവിടെ ഏതൊരാളെയും ജീവനാണ് പോയാൽ മൂക്ക് കൂടി പഞ്ഞി വെച്ച് പാർസലാക്കി കയറ്റി വിടും. അവിടുത്തെ സുഖമാണ് സുഖം. ഇവിടെ പ്രസിഡന്റ് ആയതുകൊണ്ട് അവിടെ പ്രസിഡന്റ് ആയിക്കോളുന്നില്ല. അവിടെ 2 ചവിട്ട് ഭാര്യയ്ക്ക് മലക്കൾ ചവിട്ട് കിട്ടും. അത്രയുണ്ട്. നമ്മുടെ പ്രസിഡന്റാണ്, നമ്മുടെ മുതലാളിയാണ്, ഞാൻ ഇവിടുത്തെ ആലിമുൽ അല്ലാമയാണ്, ഞാൻ ഇവിടുത്തെ മുദരീസാണ്, ഞാൻ ഇവിടുത്തെ വലിയ ഔലിയ പാപ്പയാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ചിന്തിച്ചോളി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അവിടെ അടി ചെല്ലുമ്പോൾ കുത്ത് കിട്ടാതെ നിന്നാൽ രക്ഷപ്പെട്ടു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തിട്ട് അത്രത്തിന് വളരെ ചിന്തിക്കും. നാട്ടുകാർ കൈ പിടിച്ച് മുത്തി നിർത്തി മലക്കൾ മുത്തിക്കൊള്ളുന്നില്ല. മലക്കൾ നല്ല ഒറ്റപ്പെടുത്തത്തിന് തന്നെ എന്താണ്? നമ്മളെ വണ്ടൂരിലെ കമ്മുകാക്കാനടുത്ത് കൊണ്ടുപോയി മാതിരിയായിരിക്കും. പഴയ കാലത്ത് ചെറിയ ഒരു എല്ലൊക്കെ പൊട്ടിയിട്ട് കമ്മുകാക്കാൻ തന്നെ ആളുണ്ടായിരുന്നു. മരിച്ചു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നല്ല മനുഷ്യൻ. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും ആളെ എല്ല് കുട്ടിയാൽ കമ്മുകാക്കാനടുത്ത് കൊണ്ടു കമ്മുകാക്ക ബാക്കിയുള്ളതിലും കൂടി കുട്ടിയും എന്നിട്ട് കിട്ടൂ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവരൊക്കെ കൈ പിടിച്ച് നിർത്തി മലക്കൾ മുത്തുന്നു. ഒരു മുത്തനും വിചാരിക്കണ്ട, ഒരു മുത്തനും വിചാരിക്കണ്ട, മുത്തപ്പനും വിചാരിക്കണ്ട. ഒരു മുത്തനോ മുത്തപ്പനോ ഞങ്ങളെ കൈ മലക്കുകൾ പിടിച്ച് മുത്തുമെന്ന് എൻ്റെ ഓളോ വിചാരിച്ചാൽ നിങ്ങൾ വിട്ടികളാ, ഈ ഭൂലോകത്തെ വിട്ടികളാണ്. എന്തുകൊണ്ട്? പടച്ച തമ്പുരാന്റെ പൊരുത്തം വാങ്ങി രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ നമ്പറിനോ നമ്മൾ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞ ആളെ ഔലിയപ്പായി പോയിക്കൊള്ളുന്നില്ല. അത് അല്ലാഹു ആലം, നമുക്കൊന്നും അറിയില്ല. ഓരോരുത്തരും മരിക്കുമ്പോഴത്തേനും ഔലിയപ്പാപ്പ എന്നാണ് ഓരോരുത്തരും പിന്നാലെ കൂടെ ഉണ്ടാകും. അല്ലാഹു ആലം. അല്ലാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവാണ് അധികാരി. എന്റെ കാര്യം നീക്കുകയും വേണ്ട. വളരെ ചിന്തിക്കണം. ഇവിടെ അങ്ങനെ ഒരു ക്രീമി ലെയർ എന്നൊരു കൂട്ടരില്ല. ക്രീമി ലെയർ എന്നൊരു കൂട്ടർ ഇല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട ഞാൻ ക്രീമി ലെയറാണെന്ന് വിചാരിക്കണ്ട, ഞാൻ മേൽത്തട്ടുകാരനാണെന്ന് ഒരാളും വിചാരിക്കണ്ട. അല്ലാഹു സ്വീകരിച്ച രക്ഷപ്പെടും. നിങ്ങൾ ഒരിക്കലും ചത്തവരുടെ കൂടെ ഇരിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വമനിൽ മൗത, ചത്തവർ എന്നാൽ ആരാണ് നബിയേ? ഫഖാല, അപ്പോൾ ഹബീബ് പറഞ്ഞു, അൽ അഗ്നിയാ, ചത്തവർ എന്നാൽ ധനാഢ്യന്മാരാണ്. ധനാഢ്യന്മാർ ചത്തവരാണ്. കൽബിൽ എപ്പോഴും ദുനിയാവായിരിക്കും. ദുനിയാവ് കൽബിൽ കയറുന്നതിനനുസരിച്ച് ചത്തുപോകും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ വിഷമങ്ങളുടെ പിന്നെ വിഷമങ്ങളെ അല്ലാഹുവിന്റെ പൊരുത്താണ്. നല്ല പറഞ്ഞു നടന്ന കച്ചവടം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. കച്ചവടമുള്ള കാലത്ത് എത്തിങ്കാനക്കും പള്ളിക്കും മദ്രസക്കും എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ പൈസ ഒക്കെ എടുക്കായി. ഇതിന്റെ അർത്ഥം എന്താ? നിന്ദിച്ചു നല്ല അല്ലാഹുവിനെ. അതുകൊണ്ട് അവനെ പെട്ടെന്ന് സ്വർഗത്തിലെത്തും. മനസ്സിലായോ? ചിന്തിക്കണം.
പള്ളിക്ക് കൊടുത്തിരുന്നു, മദ്രസയെ കൊടുത്തിരുന്നു, ആലിമീങ്ങൾ കൊടുത്തിരുന്നു, സയ്യിദന്മാർ കൊടുത്തിരുന്നു, വലിയ അളവിൽ കൊടുത്തിരുന്നു, എല്ലാവരും കൊടുത്തിരുന്നു. പെട്ടെന്ന് പിന്നെ അങ്ങനെ പോയി അതിലൊക്കെ കഴിഞ്ഞ് വിചാരണ്ട തുള്ളിച്ചാടിക്കോ. എന്തുകൊണ്ട്? റബ്ബ് നിന്നെ ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചു. അന്നന്ന് മുടങ്ങാതെ നിന്നാൽ മതി. കടങ്ങൾ അല്ലാഹു തആല തീർത്തു തരട്ടെ. മനസ്സ് തുറക്കുക. അല്ലാഹു കടങ്ങളെ തീർത്തു തരട്ടെ. പിന്നെ അല്ലാഹു തആല കടങ്ങളെ തീർത്തു തരട്ടെ. അല്ലാഹു തആല കടങ്ങളെ തീർത്തു തരട്ടെ. അല്ലാഹു കടങ്ങളെ തീർത്തു തരട്ടെ. കടമാർക്കാണെങ്കിലും അല്ലാഹു തആല തീർത്തു തരട്ടെ. കടമാർക്കാണെങ്കിലും അല്ലാഹു തആല തീർത്തു തരട്ടെ. കടമാർക്കാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളെ തീർത്തു തരട്ടെ. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ചില ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന് എന്തെങ്കിലും ഏർപ്പാട് തുടങ്ങണമെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, തട്ടുകട തുടങ്ങിക്കും. ഏറ്റവും നല്ലൊരു തട്ടുകട തുടങ്ങണം. എന്തുകൊണ്ട്? തട്ടുകട എന്ന് പറഞ്ഞാൽ ഒരു സമാപർ, പിന്നെ എന്താണുള്ളത്, ഒരു 8, 10, 20 ക്ലാസ്, പിന്നെ 2 പാട്ട. ഒളിഞ്ഞാലും അത് പൊരയിൽ ആവശ്യമുണ്ടാവും. പിന്നെ മേലെ വലിച്ചിട്ടാണ് ഒരു ദാർപ്പായ, അതും പൊരയിൽ ആവശ്യമുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ആട്ടുംകൂട്ടിൻ്റെ മേലിടാം, അല്ലെങ്കിൽ വിറക് കെട്ടിയിട്ട് വിറകിൻ്റെ മേലിട. എന്ത്? ഒരാൾ തട്ടുകട തുടങ്ങിയാൽ പൊളിഞ്ഞാൽ പോലും ഒഴിവാക്കാവുന്ന ഒന്നും അതിലുണ്ടാവില്ല. അതേ സമയത്ത് 1-1.5 കോടി ഉറുപ്പിക ചെലവാക്കിയിട്ട് വലിയ വലിയ ഇന്റീരിയർ ഡിസൈനിങ്ങും മറ്റുമൊക്കെ ചെയ്തിട്ട് വലിയ പീടിക തുടങ്ങിയിട്ട് ഒരാഴ്ച ആളുകൾ നിന്ന് തിരക്കും. ദുനിയാവിൽ എവിടെയും ചോറ് കിട്ടാത്തതുപോലെ റെസ്റ്റോറൻറ്റിലും വലിയ 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 കടകളിൻ്റെ മുന്നിൽ, മന്തിക്കടയിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും നാട്ടിലാർക്കും ചോറുണ്ടാവില്ല. ഒരാഴ്ച തിരക്കും. അപ്പോഴത്തിന് അപ്പുറത്തെ സ്ട്രീറ്റിൽ വേറെ ഇതേപോലത്തെ ഹോട്ടൽ തുടങ്ങും. അപ്പോൾ അവിടെ പോയി തിരക്കും. പിന്നെ ഈ പീടിയൊക്കെ വരില്ല. കഴിഞ്ഞ മാസം തുടങ്ങിയിട്ട് ഈ മാസം അടച്ച പീടിയ ഈ വരുന്ന വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എക്കണോമിക് സിസ്റ്റം ഒരാൾക്ക് ഇനി നേരെ നിർത്താൻ പെട്ടെന്ന് കഴിയില്ല. 2035 മുമ്പെങ്കിലും ഇനി എക്കണോമിക് സിസ്റ്റം നേരെയാവില്ല. തകർന്നിട്ടുണ്ട്. ഞാൻ പലവട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് വിചാരിക്കൂലേ? റബ്ബ് വിചാരിച്ചപ്പോൾ രാത്രിയാവില്ലേ? വിചാരിക്കൂ. ഒരാൾ പറയാണ്, നിങ്ങളെന്താ അങ്ങനെ പറയുന്നേ? റബ്ബാണ് വിചാരിച്ചാലോ? ഒരു സിസ്റ്റം ഉണ്ട് ഓരോന്നിനും. റബ്ബ് വിചാരിച്ചാൽ ഇപ്പോൾ രാത്രിയാവില്ലേ? ഇപ്പോൾ മഗ്‌രിബാണ്. ഇന്ന് ഇതാ 8:30 മണിയാകുമ്പോഴത്തേന് മഗ്‌രിബാകണമെന്ന് അള്ളാഹു തീരുമാനിച്ച മഗ്‌രിബാവുമല്ലേ? ഇതാ 8:17 8:30 മണിയാകുമ്പോൾ ഇന്ന് മഗ്‌രിബാകണമെന്ന് വിചാരിച്ചാൽ അള്ളാഹു വിചാരിച്ച മഗ്‌രിബാവുമല്ലേ? അള്ളാഹു വിചാരിച്ചാലും മഗ്‌രിബാവൂല. നിങ്ങൾ വിചാരിച്ചാൽ കഫറായി. അള്ളാഹു വിചാരിച്ചാൽ ഇന്ന് 8:30 മണിക്ക് മഗ്‌രിബാവൂലേ? ആവും. പക്ഷേ സിസ്റ്റം വളരെ ചിന്തിക്ക്. ഒന്നും പേടിക്കണ്ട. നമുക്കാരുണ്ട്? ഇതാണ് ഈമാൻ. ഇതിനാണ് ഈമാൻ എന്ന് പറയാം. ഈമാൻ എന്ന് പറഞ്ഞാൽ പരലോകത്ത് നമ്മളിങ്ങനെ ചെല്ലുന്ന 33 അവിടെ അങ്ങനെ കൂലി വാരിയെടുക്കുമെന്ന് വിചാരിക്കലല്ല. എനിക്ക് എൻ്റെ റബ്ബുണ്ടെന്ന് വിചാരിക്കലാണ്. എനിക്ക് ഒരു 33 കൂലി ഉണ്ടായില്ല, പഠിച്ചുകൊണ്ടെന്ന് വിചാരിച്ചാലോ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അതുകൊണ്ട് നാളെ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച ഒരുത്തനെ അല്ലാഹു തആല പാട്ടിയേക്കാം. എനിക്കൊന്നുമില്ല, എൻ്റെ റബ്ബുണ്ടെന്ന് വിചാരിച്ചോനെ രക്ഷപ്പെടും ചെയ്യും. എൻ്റെ അർത്ഥം 33 ഇന്ന് മുതൽ നിർത്തണം എന്നല്ല. 500 കൊല്ലം നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് 500 കൊല്ലം സുജൂദിൽ കിടന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിലെത്തുന്ന കാര്യം മുത്തു മുഹമ്മദ്. അപ്പോൾ അല്ലാഹു ആ അബ്ദിനോട് ചോദിക്കും, യാ അബ്ദി തുദ്ഖുലുൽ ജന്നത ബിഅമലിക അം ബിറഹ്മതി. യാ അബ്ദി, ഇന്ന് നീ നിന്റെ അമൽ കൊണ്ട് സ്വർഗ്ഗത്തിൽ കിടക്കുന്നോ, എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ കിടക്കുന്നു? ഫയഖൂലു, അപ്പോൾ ഈ അടിമ പറയും, ബിഅമലി സജദ്തു ലക 500 ആമിൻ, ഞാൻ നിനക്ക് 500 കൊല്ലം സുജൂദിൽ കടന്നവനാണല്ലോ റബ്ബേ, എനിക്ക് എന്റെ അമൽ തന്നെ ധാരാളമാണ്. യാ അല്ലാഹ്, മനസ്സിലായില്ലേ? 500 കൊല്ലം, 500,000 കൊല്ലം സുജൂദ്, 500,000 കൊല്ലമൊക്കെ ജീവിച്ച ഒരു പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഒരു കഥയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു 500 കൊല്ലം സുജൂദിൽ കടന്ന ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ കോടതി കൊണ്ടുവരും. അപ്പോൾ അല്ലാഹു ചോദിക്കും, തദ്ഖുലുൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് ബിഅമലിക, നിന്റെ അമൽ കൊണ്ടോ, അം ബിറഹ്മതി, അതുകൊണ്ട് റഹ്മത്ത് കൊണ്ടോ? യഖൂൽ, അപ്പോൾ അയാൾ പറയും, ബിഅമലി, എന്റെ അമൽ കൊണ്ട് കിടക്കും. എന്നും സജദ്തു ലക 500 ആമീൻ, ഞാൻ നിനക്ക് സുജൂദിൽ കിടന്നിട്ടുണ്ട്. എത്ര കൊല്ലം? 500 കൊല്ലം. എന്നെ പാടില്ലേ? അപ്പോൾ അള്ളാഹു ഈ മനുഷ്യന് ചെയ്തു കൊടുത്ത നിഅമത്തുകളെല്ലാം അള്ളാഹു ഒന്നിങ്ങനെ വിശദീകരിക്കും. ആ നിഅമത്തിന് പകരമായി ഇയാൾ ചെയ്ത സുജൂദ് വിശദീകരിക്കും.
അപ്പോഴോ ആ നിഅമത്തിന്റെ മൂലക്ക് പോലും സുജൂദ് എത്തിയിട്ടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വീണ്ടും അവൻ കടക്കാരനാവും. കാരണം അള്ളാഹു ദുനിയാവിൽ ചെയ്തു കൊടുത്ത നിഅമത്തിന് തന്നെ ഇയാൾ എന്ത് ചെയ്തിട്ടില്ല? പറ, ശുക്ർ ചെയ്തിട്ടില്ല. അപ്പൊ എന്തില്ല? അമലില്ല. അമൽ കഴിഞ്ഞു. എന്തുമൽ കഴിഞ്ഞു? പറ. ദുനിയാവിൽ ചെയ്തു കൊടുത്ത നിഅമത്തിന്റെ മേൽ അമൽ കഴിഞ്ഞു. ഇനി അമലില്ല. റഹ്മത്താക്ക് ആവശ്യമല്ല. കാരണം അയാൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ വിചാരിച്ചാണ്? അമലുണ്ട്. അപ്പോൾ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, അയാൾ നരകത്തിലേക്ക് വലിക്കാൻ. അപ്പോൾ റബ്ബിന്റെ മുന്നിൽ അയാൾ പൊട്ടിക്കറിയും, ഞാൻ സ്വർഗത്തിൽ എന്റെ അമൽ കൊണ്ട് ഒരിക്കലും കിടക്കൂല. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ കിടക്കും. എന്തുകൊണ്ട്? റബ്ബിന്റെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ്. ഉറക്കെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله. അപ്പോൾ ദാരിദ്ര്യം ഒരിക്കലും ശാപമാണ് എന്ന് വിചാരിക്കേണ്ട. സമ്പന്നനായി ജീവിക്ക്. നിന്റെ ഖൽബിൽ ഹാളറാക്ക. ആരെ? എന്നിട്ട് ഇവിടെ ഒരു സിംഹാസനം കെട്ടിക്കൊടുക്കുക റബ്ബിന്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ സിംഹാസനം. അവിടെ എപ്പോഴും ആരുണ്ടാവും എന്നതിനർത്ഥം. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ സിംഹാസനമാണ്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ സിംഹാസനമാണ്. അതിനർത്ഥം എന്താ? രാജാതി രാജ്യങ്ങളുടെ സിംഹാസനമല്ലേ? അർശല്ലേ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹുവിന്റെ അധികാര മണ്ഡലത്തിന്റെ ഏറ്റവും പരമോന്നതയാണല്ലോ എന്ത്? അർശ്. വഹുവൽ ഗഫൂറുൽ വദൂദ്. വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശ്. ദുൽ അർശ്. അവൻ അർശിന്റെ അധിപതിയാണ്. ഈ അർശ് എന്താക്കുക? ഖൽബുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അർശുർ റഹ്മാൻ. അല്ലാഹുവിന്റെ അർശ. അവിടെ ആരുണ്ടാവും എപ്പോഴും? പേടിക്കണ്ട. പേടിക്കണ്ട. എന്ത് പേടി? അപ്പോൾ നീ സമ്പന്നനാവ്. ആരെ കൊണ്ട്? നീ ദരിദ്രനാവ്. എന്തുകൊണ്ട്? ഈ ദുനിയാവ് കൊണ്ട് ദരിദ്രനാവുകയും അള്ളാഹുവിനെ കൊണ്ട് സമ്പന്നാവുക. മനസ്സിലായില്ലേ? ഈ കച്ചവടം ഈ കൊല്ലം ലാഭം കിട്ടിയ കച്ചവടക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ഈ കൊല്ലം മുഴുവൻ നഷ്ടത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. രണ്ടു കൂട്ടരും ഇവിടെ ഇരിക്കുമ്പോൾ ഇവർക്ക് വസ്ത്രമില്ലേ? ഉണ്ട്. ഇവിടെ എത്താൻ വാഹനം കിട്ടിയിട്ടില്ലേ? ഉണ്ട്. രാവിലെ ഭക്ഷണമില്ലേ? ഉണ്ട്. ഉച്ചക്ക് ഭക്ഷണമില്ലേ? ഉണ്ട്. 4 മണിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ലേ? ഉണ്ട്. രാത്രി എന്തെങ്കിലും കിട്ടിയില്ലേ? കിട്ടിയില്ലെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യത്തിന് നല്ലതാ. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പല ആളുകളും ഉപദേശിക്കാറുണ്ട്, ഒരു 72 മണിക്കൂർ പച്ചവെള്ളമല്ല അടിയൊന്ന് വൃത്തിയാക്കി ഇതുമാക്കി അവസ്ഥാനം. ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു 72 മണിക്കൂർ ഒന്നും പച്ചവെള്ളമല്ലാതെ ഒന്നും പച്ചവെള്ളമല്ലാതെ ചില 72 മണിക്കൂറുകൾ ഞാൻ പച്ചവെള്ളമല്ലാതെ ഒന്നും കുടിക്കാറില്ല. വെള്ളം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരാഴ്ച 2 ആഴ്ച 4 ആഴ്ച ബിരിയാണിയോ മറ്റോ കൂടിയാൽ അങ്ങനെ തന്നെ ചെയ്യും. ഇപ്പോൾ റബീഉൽ അവ്വൽ കഴിഞ്ഞതുകൊണ്ട് സമയം വീണ്ടും ആയി. നമ്മൾ വിചാരിച്ചതിനപ്പുറം ചില സദസ്സുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി തടി നന്നാക്കണമെങ്കിൽ 72 എന്നൊരു കണക്കിന് ഖുർആനിലും ഹദീസിലും ചോദിച്ചാൽ ഞാൻ ഉത്തരം മുട്ടും. അതൊരു കണക്കാണ്. നിനക്കാണെങ്കിൽ 96 ആക്കാം, 48 കുറക്കാം. അതിനേക്കാൾ നല്ലൊരു 72 ആകുമ്പോൾ 3 ദിവസമായി. 3 കണക്കുണ്ടല്ലോ.
4 96 മണിക്കൂർ ഒന്നും തിന്നരുത്. പച്ചവെള്ളം ആവശ്യത്തിന് പച്ചവെള്ളം, അല്ലാതെ പച്ചവെള്ളം അങ്ങനെ കിളകളാന്ന് കുടിക്കല്ലേ. പച്ചവെള്ളം അങ്ങനെ കുടിക്കാൻ പാടില്ല. പച്ചവെള്ളം കൂടുതൽ കുടിച്ചാൽ അത് കിഡ്നിക്ക് കേട് വരും. ഈ വിഷയത്തിൽ അലോപ്പതി ഡോക്ടർമാർ പറയുന്നത് ശുദ്ധമായ കളവാണ്. ഒരു ശരീരത്തിൽ പച്ചവെള്ളം കുടിച്ചാൽ ശരീരം മൊത്തം തണുക്കും, എന്നാൽ കിഡ്നി ചൂടാവും. പച്ചവെള്ളം അമിതമായി കുടിക്കുന്നത് കിഡ്നിയെ കേടുവരുത്തും. അമിതമായി പച്ചവെള്ളം കുടിക്കുന്ന ആളുകൾ പിന്നീട് കിഡ്നി പേഷ്യൻ്റ് ആവും. കിഡ്നി പേഷ്യൻ്റ് ആയാലും ലാഭം ആർക്കാണ്? മെഡിക്കൽ അവർ നിങ്ങളെ കൊല്ലാക്കൊല ചെയ്ത് പൈസ ഉണ്ടാക്കുക. പച്ചവെള്ളം ഇവിടെ സിഗ്നൽ തരും, അപ്പോൾ കുടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ചിന്തിക്കും. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പ് യശ്റബു അൽമാ അൽ ഹലി, മധുരമുള്ള വെള്ളം കുടിക്കും മുഹമ്മദ് മുസ്തഫ. ഒരൽപ്പം തേൻ കലർത്തി വെള്ളം കുടിക്കും മുഹമ്മദ് മുസ്തഫ. മയത്തക്കിയു ഒരൽപ്പം പിന്നെ സുബഹിന്റെ ഇഖാമത്ത് കൊടുക്കും. പിന്നെ ഉണ്ടെങ്കിൽ 7 നാരക്ക കഴിക്കും. കഴിഞ്ഞു റസൂലുള്ളാഹിക്ക് ഭക്ഷണം. ചിലപ്പോൾ ഈ നേരം അങ്ങനെ പോകും. രാവിലെ എണീറ്റാൽ എന്ത് ചെയ്യും? സുബഹിന്റെ മുമ്പ് എന്ത് ചെയ്യും? മാഉൽ ഹാലി കുടിക്കും. ഒരു കോപ്പ വെള്ളം കുടിക്കും. ഏത് വെള്ളം? മാഉൽ ഹാലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പഞ്ചസാരയല്ല. പഞ്ചസാര ശരീരത്തെ കേടുവരുത്തും. മനസ്സിലായോ? ചിന്തിക്കണം. അൽ മാഉൽ ഹാലി എന്നാൽ തേൻ കലർത്തിയുള്ള. പിന്നെ 7 കാരക്ക ഹബീബാന് ഉപയോഗിക്കും. പിന്നെ അല്പമൊന്ന് ഇങ്ങനെ തൂണിലേക്ക് മറ്റൊരൽപ്പനേരം ചാരി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഹബീബാ നബി സുബ്ഹി നിസ്കരിക്കും. എന്നാൽ വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കണം. ഞാൻ ചിന്തിക്കാൻ എന്തിനാ ഞാനിത് പറഞ്ഞത്? എന്നാൽ ഒരു നേരത്തിന് നമുക്കൊന്നും കിട്ടിയില്ല. ആ നേരത്തെ നമ്മൾ എന്ത് ചെയ്ത്? ഒരല്പം പച്ചവെള്ളം കുടിച്ചു. അത് ശരീരത്തിന് ശുദ്ധീകരിക്കാനായിരിക്കും. ഒരു ദരിദ്രനെ മനസ്സിലായോ പറഞ്ഞത്? ഒരു ദരിദ്രനും ധനാഢ്യനും നോക്കിയാൽ ആരോഗ്യം കൂടുതൽ ഉണ്ടാവുക. എന്തേ? ദരിദ്രൻ പലപ്പോഴും നടക്കേണ്ടി വരും. ധനാഢ്യനെ നടക്കാൻ കഴിയില്ല. നടന്നാൽ തന്നെ നാട്ടിലോട്ട് വിടില്ല. എവിടുക്ക മലയാളി? രാവിലെ ഒന്ന് നടക്കണം അയാൾ തീരുമാനിച്ചാൽ നടക്കൂല. എന്തുകൊണ്ട്? 2 അടിയൊക്കെ അസ്സലാമു അലൈക്കും എന്തൊക്കെ വർത്താനം. ദരിദ്രൻ നടക്കുന്നു പോണ് കണ്ടാൽ തന്നെ ആരെങ്കിലും പാതി നടക്കും. മനസ്സിലായ? ചിന്തിക്ക്. കടമാങ്ങാൻ വരുമായിരിക്കും എന്ന് വിചാരിച്ച് മറ്റേ പാതി നടക്കും. രാവിലെ മോർണിംഗ് വാക്കാം. ദരിദ്രന് ധൈര്യം കിടക്കാം. ആരും വിളിക്കൂല. എന്തുകൊണ്ട്? ദരിദ്രനാണ്. ഒന്ന്, ഈ ദരിദ്രന്റെ അടുത്ത് എന്തെങ്കിലും 10 രൂപ കിട്ടിയാൽ തന്നെ അടിസ്ഥാന മത്സ്യം വാങ്ങും. ധനാഢ്യൻ 5 കിലോ ഇറച്ചി വാങ്ങുമ്പോൾ ദരിദ്രൻ 1/2 കിലോ വാങ്ങും. അപ്പോഴും അവൻ ആരോഗ്യം ഉണ്ടാവും. പിന്നെ അവൻ മത്തിയാണ് വാങ്ങുക. മത്തി എന്ന് പറഞ്ഞാൽ മീനുകളെ കൂട്ടത്തിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങള്. ധനാഢ്യന്മാരെ വീട്ടിൽ അത്തരം മീനൊന്നും കഴിക്കൂല. കുഞ്ഞുങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമെല്ലാം വെച്ചത് ഇത്തരം ഭക്ഷണങ്ങളിലാണ്. ആ ഭക്ഷണം കഴിക്കാനുള്ള വിധി എപ്പോഴും ആർക്കുണ്ടാവുക? മനസ്സിലായില്ലേ? സ്വർഗത്തിലാത്തിനും ആദ്യത്തിനും ദരിദ്രനാണ്. ഈ ദുനിയാവിലെ ഏറ്റവും മെച്ചം ദരിദ്രനാണ്. പിന്നെ എല്ലാ 5 വക്തിലും മൗലിയന്മാരും സയ്യിദന്മാരും മുഴുവനും മെഹ്റാബിലിരുന്ന് ദ്വാർക്കും. പക്ഷേ റബ്ബേ മിസ്കീന്മാരോടുള്ള സ്നേഹം കൽബിലിട്ടേരണേ. അപ്പോൾ എല്ലാ പള്ളികളിലും മിസ്കീന്മാർക്ക് വേണ്ടി ദ്വാ നടക്കും. 5 വക്തിനും ലിജ് വിടൂല, ഞാൻ വിടൂല. മലയാളിയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യ മിസ്കീന്മാരോടുള്ള സ്നേഹം എന്റെ കൽബിലിട്ട് തരണേന്ന് 5 വക്തിലും ആലിമീങ്ങളും സയ്യിദന്മാരും നിങ്ങളും ദ്വാ ചെയ്യും. അപ്പോഴും ആര് കയറി? മലയാളിമാരോടുള്ള സ്നേഹം എന്റെ കൽബിലിട്ട് തരണേ എന്ന് പറഞ്ഞാൽ കട കഴിഞ്ഞു. ദുനിയാവിൽ ഇന്ന് വരെ ഒരു നബിയോ ഒരു വലിയോ ഒരു സയ്യിദോ ഒരു ആലിമോ
ഒരു മുഅ്മിനോ മുലാലിമാരോടുള്ള സ്നേഹം എന്റെ കൽബിലിട്ടേരണേ എന്ന് ദുആ ചെയ്തിട്ടില്ല എന്നല്ല, അവര് ശക്തവരാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിന്നെയോ എല്ലാ 5 വക്തും ദുആ ചെയ്യും. എന്ത്? മിസ്കീന്മാരോടുള്ള സ്നേഹം എന്റെ കൽബിലിട്ടേരണേ. അപ്പൊ നീ മിസ്കീനായാൽ എല്ലാ ദുനിയാവിലെ എല്ലാ മിഹ്റാബുകളിലും പറയപ്പെട്ടു. നോക്കൂ, നിങ്ങൾ ഒരു പേടി പേടിക്കണം. 3 കാര്യത്തിലാണ് പിശാച് ചിരിക്കാൻ. 3 കാര്യത്തിൽ, 3 കാര്യം കൊണ്ട് പിശാച് ചിരിക്കുന്നത് പോലെ ഒരു കാര്യത്തിലും പിശാച് ചിരിക്കുകയില്ല. 3 കാര്യത്തിലല്ലാതെ പിശാചുക്കൾ ചിരിക്കുകയില്ല. കൂടെ ഇല്ലേ? അല്ലാഹ് അല്ലാഹ് അല്ലാഹു ബഹുമാനപ്പെട്ട ഹംദുൽ ഖസ്സാർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുകയാണ്. ആര്? ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു. ഞാൻ റിസാലയിൽ നിന്നാണ് വായിക്കുന്നത്. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തന്റെ റിസാലയിൽ ഹംദുൽ ഖസ്സാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഇബ്ലീസും ഇബ്ലീസിന്റെ പട്ടാളവും ഒരുമിച്ച് കൂടിയാൽ ലം യഫ്റഹു, അവർ സന്തോഷിക്കുകയില്ല, ബിശൈഇൻ, ഒരു കാര്യം കൊണ്ടും, കഫറഹിഹിം ബിസലാസത്തി അശിയാ, 3 കാര്യത്തിൽ സന്തോഷിക്കും പോലെ ഒരു കാര്യത്തിലും പിശാചുക്കൾ സന്തോഷിക്കാതെ. 3 ഞാൻ പറഞ്ഞുതരാം, നോക്കൂ. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. ഹംദുൽ ഖസ്സാറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ആര്? ഇമാം ഖുശൈരി തന്റെ റിസാലയിൽ. ഇബ്ലീസും ഇബ്ലീസിന്റെ പട്ടാളവും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ലം യഫ്റഹു ബിശൈഇൻ കഫറഹിഹിം ബിസലാസത്തി അശ്യാ, 3 കാര്യത്തിൽ അവർ സന്തോഷിക്കുന്നത് പോലെ വേറൊരു കാര്യത്തിലും അവർ കൽബിന്ന് പോകരുത്, ഒരു കാലത്തും പോകരുത്. വെറുതെ തലയെ കെട്ടിയിട്ട് കാര്യമില്ല. തലയെ കെട്ടുന്ന മുമ്പ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി മുതലാളിമാരെ പാദസേവ നടക്കാനും അവരുടെ ബാക്ക് സീറ്റ് കഴുകാനും അവരെ മഹത്വം പറയാനും നമ്മൾ നടന്നിട്ട് തലയെക്കെട്ടിൻ്റെ വലിപ്പം നമ്മൾ നമ്മളൊക്കെ മുതലാളിമാർക്ക് ഇങ്ങനെ അടിഭാഗത്ത് കയ്യച്ചു കൊടുക്കലല്ല മൂല്യന്മാരെ കടം. ഇത് മനസ്സിലാക്കണം, ഇത് വളരെ ചിന്തിക്കണം. ഇവിടെ വലിയൊരു മുതലാളിയുള്ളൂ, ഒറ്റ മുതലാളി. ആരുടെ മുതലാളി? ആരല്ലാതെ അല്ലേ. ഓൻ പറയാന്നേളോ മുതലാളിയാണ്, നാട്ടുകാർ പറയും മുതലാളിയാണ്, മുതലാളിയുള്ളൂ. അവനല്ല. ഏത് മനസ്സ മൂസയും കൊടുത്തല്ലേ? അല്ലാതെ ഉണ്ടോ? അതിൽ കൊടുത്തു. ഓ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ 33-ാമത്തെ വയസ്സ് കൂടി. അതിന് മുമ്പ് വെട്ടും കുത്തും വെട്ടുകൊണ്ടിട്ട് പനി പിടിച്ചു. ഗസയിൽ നിന്ന് വെട്ടുകൊണ്ട് തോളലിന് ആട്ടിയത് കിട്ടി. അലക്സാണ്ടർ ചരിത്രം കണ്ട ഏറ്റവും വലിയ വില്ലാളി വീരൻ, അല്ലെങ്കിൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ പട്ടാളത്തിന്റെ അധിപതി എന്ന് പറയപ്പെടാവുന്ന ആളാ അലക്സാണ്ടർ. 33 വയസ്സായപ്പോൾ ലോകം വെട്ടിപ്പിടിച്ചിട്ട് പിന്നെ ചത്തു. ഒരു നേരം ഒന്നും മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയും. എന്ത്? അല്ലാഹു മനസ്സിലായോ? ചിന്തിക്കും. ഇബ്ലീസും ഇബ്ലീസിന്റെ പട്ടാളം ഒരുമിച്ച് കൂടിയാൽ ഒരു കാര്യത്തിലും അവർ സന്തോഷിക്കുകയില്ല. 3 കാര്യത്തിൽ സന്തോഷിക്കുന്നത് ഒരിക്കലും പിശാചിന്റെ പിശാചിന് 1 മൂമിനായ മനുഷ്യൻ നാട് നീങ്ങി. 2 കൊന്നോൻ ഒരു മനുഷ്യനെ കാര്യമില്ലാതെ കൊന്നാൽ നരകാണ്. ഒരു മൂമിനായ മനുഷ്യൻ നരകത്തിലേക്ക് വഴിയില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇബ്ലീസും ഇബ്ലീസിന്റെ പട്ടാളം ഒരുമിച്ച് കൂടിയാൽ അവർ സന്തോഷിക്കുകയില്ല ഒരു കാര്യം കൊണ്ടും. 3 കാര്യത്തിൽ അവർ സന്തോഷിക്കും പോലെ ഒരു കാര്യത്തിലും അവർക്ക് സന്തോഷം.
ഒന്നെന്താ? റജുലുൻ മുഅ്മിനുൻ ഖതല മുഅ്മിനൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നു. അവർക്ക് സന്തോഷം എന്താ? ഒന്ന്, ഭൂമിയിലുള്ള ഒരു മുഅ്മിൻ നാട് നീങ്ങി പുറത്തു ഭൂമിയിൽ നിന്ന് പോയി, അപ്പോൾ അവർക്ക് സന്തോഷം. രണ്ട്, ഈ മുഅ്മിനാണ് നമ്മൾ വിചാരിക്കുന്ന മനുഷ്യൻ നരകത്തിന്റെ വാതിൽ പ്രവേശിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെന്താ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരാൾ സത്യനിഷേധത്തിന്റെ മേൽ മരിച്ചു എന്നറിഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. അവർക്ക് ആളെ കിട്ടി. മനസ്സിലായില്ല? ഒരാൾ എങ്ങനെ മരിച്ചു? കാഫറായി മരിച്ചു. മരിക്കുന്നത് വരെ ഇവന് ഉറപ്പുണ്ടാവില്ല, നമ്മളാളാണോ മറ്റേതാണോ. ഇവന്റെ മാർഗത്തിലാണെങ്കിൽ തന്നെ മരിക്കണം നേരത്തെ മറ്റാൾ മുഅ്മിനായി തീർന്നാലോ. മരിച്ചപ്പോഴും ആരെന്നെ കാഫറായ ഇബ്ലീസും പട്ടാളം പൊട്ടിച്ചിരിക്കും. നമുക്കൊരാളെ കിട്ടി. പിന്നെയോ 3 കാര്യത്തിലാണ് ഇബ്ലീസ് പട്ടാളം ഒരുമിച്ച് കൂടിയാൽ ലം യഫ്റഹു, അവർ സന്തോഷിക്കാറില്ല. ബിശൈഇൻ, ഒരു കാര്യം കൊണ്ടും. കഫറഹിം ബിസലാസതി അശ്യാ, 3 കാര്യത്തിൽ അവർ സന്തോഷിക്കുന്നത് പോലെ ഒരു കാര്യത്തിലും അവർ സന്തോഷിക്കാറില്ല. ഒന്ന്, റജുലുൻ മുഅ്മിനുൻ ഖതല മുഅ്മിനൻ, ഒരു മുഅ്മിനെ കൊന്നാൽ അവരതിൽ സന്തോഷിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെയോ രണ്ടാമത്തെ റജുലുൻ മാത അലൽ കുഫ്രി, ഒരാൾ പടച്ചോനെ നിഷേധിക്കുന്നതായി തന്നെ മരിച്ചതെങ്കിൽ ഇബ്ലീസിന് ചിരിയ, ഭയങ്കര ചിരിയ. എന്തുകൊണ്ട്? നമ്മളാളെന്ന് ഉറച്ചു, മരിക്കണ നേരത്ത് മുഅ്മിനായില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. പിന്നെന്താ? മൂന്നാമത്തെ കാര്യം, ഇബ്ലീസിന്റെ പട്ടാളത്തോട് ഇബ്ലീസ് പറയും, അന്വേഷിക്ക് ആരുടെ മനസ്സിലൊക്കെ ദാരിദ്ര്യത്തെ പേടിയുള്ളത്, ഓലൊക്കെ നമ്മളാണോ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? എന്തിനു പേടിക്കണേ? നമുക്ക് റബ്ബുണ്ടെങ്കിൽ. നമുക്ക് റബ്ബില്ലേ? ഉണ്ടോ ഇല്ലേ? ഇല്ലാത്തവരുണ്ട്. നമ്മൾ റബ്ബിലുള്ളവരാണ്. റബ്ബുണ്ടായിട്ടും റബ്ബില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. പോട്ടെ, അവർ നമ്മൾ ലിസ്റ്റിലില്ല. നമുക്കൊരു ഉറപ്പാണല്ലോ, നമുക്കാരുണ്ട്? റബ്ബുണ്ട്. റബ്ബ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ആവശ്യങ്ങളിൽ എനിക്ക് പരിഹരിച്ചു തരുന്നവനാണ് ആര്? രക്ഷിതാവ്. സ്കൂളിൽ നമ്മൾ കുട്ടികളെ പേര് ചേർക്കുമ്പോൾ അവിടെ കൊടുക്കും, ബാപ്പാൻ്റെ പേര് കൊടുത്തിട്ട് പിന്നെ എന്തും കൊടുക്കും? രക്ഷിതാവ്. ചിലപ്പോൾ ബാപ്പാൻ്റെ പേര് അവറാൻ കുട്ടിയാണെങ്കിൽ രക്ഷിതാവ് വീരാൻകുട്ടിയാവും. എന്തുകൊണ്ട്? അവറാമോ ഗൾഫ് പോകും. പിന്നെ അമ്മോനായ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ വീരാൻകുട്ടി എവിടെ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അവിടെ ബാപ്പ വേറെയും രക്ഷിതാവ് വേറെയോ. എന്തുകൊണ്ട്? സ്കൂളിൽ രക്ഷിതാവിൻ്റെ പേര് കൊടുക്കുന്ന രക്ഷിതാവ് ഫോട്ടോ കൊടുക്കും. ഒരു അച്ചടക്കമൊക്കെ ഉള്ള ഹോസ്റ്റലിൽ ഒരു കുട്ടിയെ കൊണ്ട് ഹോസ്റ്റലിലാക്കുകയാണെങ്കിൽ രക്ഷിതാവ്, ബാപ്പാൻ്റെ അമ്മാൻ്റെ പേരിന് രക്ഷിതാവ് എൻ്റെ പേര്. എന്തുകൊണ്ട്? ആ ആൾ വന്നാൽ ഇവർ പറഞ്ഞേക്കുള്ളൂ. അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ മാന അളാപ്പാൻ്റെ മാന എന്ന് പറഞ്ഞാൽ മാന്യമായി നടക്കുന്നൊരു ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളെ പറഞ്ഞേക്കൂല. മനസ്സിലായില്ലേ? രക്ഷിതാവ്. എന്തേ രക്ഷിതാവ് എന്ന വാക്കിന്റെ അർത്ഥം? ഈ കുട്ടിയിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായാൽ പ്രിൻസിപ്പാൾ വിളിക്കും. രക്ഷിതാവല്ലേ വരി, ഞാൻ രക്ഷിതാവൊക്കെ തന്നെയാണ്, പക്ഷെ കുട്ടിയുടെ കാര്യം ഞാൻ പരിഹരിക്കൂല എന്ന് പറയുമ്പോൾ രക്ഷിതാവ് ഓൻ്റെ പേരുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഓൻ ആരാകണം? എന്താണ് പറയും മനുഷ്യന്മാരെ? സ്കൂളിൽ നിന്ന് വിളിച്ച് നിങ്ങളെ കുട്ടി ഇന്നൊരു കാര്യം ചെയ്തിട്ടുണ്ട്, പുറത്താക്കി, ഞാൻ വിഷയം പരിഹരിക്കണേ, നിങ്ങൾ പരിഹരിക്കുക. അപ്പൊ ഇയാൾ പറഞ്ഞു ആദ്യമൊന്നും ഞാൻ വരില്ല. അപ്പൊ ഇയാൾ ആരല്ല? രക്ഷിതാവല്ല. രക്ഷിതാവാണെങ്കിൽ വിളിച്ചവർ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കുന്നവന്റെ പേരാണ് എന്ത്? രക്ഷിതാവ്. അതാണ് ആളിലും അർത്ഥത്തിലുമുള്ള രക്ഷിതാവ്. ഒരുത്തന് രക്ഷിതാവ് എന്നാണ് പേരിട്ട, പിന്നെ നിർവ്വാഹം. യഥാർത്ഥത്തിൽ അവൻ ആളർത്ഥത്തിൽ രക്ഷിതാവാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കും. ഇനി റബ്ബ്, അതിന്റെ അർത്ഥം എന്താ? റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം പറയണോ? രക്ഷിതാവ്. നമ്മളിപ്പോ ദുനിയാവ് എന്നൊരു സ്കൂളിലാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരും ഇടപെടണം. അല്ലാഹ് രക്ഷിതാവ്. എന്താ പ്രശ്നം? മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു 8 മണിക്ക് ഒരു മരത്തിൽ കെട്ടിയ ഒരു മൃഗം, ഒരു പോത്ത്, ഒരു കാള 8 മണിക്ക് അതിനെ അഴിച്ചുവിട്ട് പുല്ലിനെ കൊണ്ടുപോകാൻ പതിവുണ്ട് എങ്കിൽ 8 മണിക്ക് അതിനെ അയക്കാൻ അതിന്റെ മുതലാളി വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അതിന്റെ മൂന്തയുടെ തേറ്റ ഭാഗം മേലേക്കാക്കും. അലറുമ്പോൾ കീപ്പട്ടല്ല നോക്കുക, മേപ്പെട്ടാണ്. എന്തുകൊണ്ട്? ഞാൻ അന്യായം പറയണം, രക്ഷിതം. ഏതെങ്കിലും ഒരു മൃഗം കീപ്പട്ട് നോക്കി എന്തൊരു നായ കുരക്കാണെങ്കിൽ പോലും മേപ്പെട്ട് നോക്കും. എന്തേ? അത് നുസൂൽ റഹ്മത്തിന്റെ സ്ഥലമാണ്. അതിലെയാണ് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുക. ഇയാൾ അഹങ്കാരിയും ഇയാൾ ക്രൂരനമോ, അവൻ ക്രൂരനാവില്ല.
ഏതെങ്കിലും ഒരു മൃഗം താഴേക്ക് നോക്കി അമറൂല, എങ്ങോട്ട് നോക്കും? മനസ്സിലായില്ലേ? കർഷകൻ മണ്ണിലിട്ട വിത്തിനെ പ്രസവിക്കണമെന്ന് തോന്നിയാൽ ഈ കർഷകൻ മണ്ണിലിട്ട വിത്തിന് പ്രസവിക്കണമെന്ന് തോന്നിയാൽ ഈ വിത്തിൽ എന്ത് ചെയ്യും? അതിന്റെ മുകൾ ഭാഗത്തെ അതിന്റെ ഓട് പൊട്ടും, മുകൾ ഭാഗത്തേക്ക് കൂട്ടും. മനസ്സിലായേ? ഒക്കെ മുകളാണ് എല്ലാം. മനസ്സിലായേ? ചിന്തിക്കണം. ഒരു മനുഷ്യനിൽ പിശാച് 6 ഭാഗമുള്ള ഒരു വസ്തുവിൽ 4 ഭാഗത്തെ പിശാച് പ്രവേശിക്കൂ, 2 ഭാഗത്തെ പിശാച് പ്രവേശിക്കൂല. എന്തുകൊണ്ട്? ഒരു വസ്തുവിന് 6 ഭാഗമുണ്ട്. വലത്ത്, ഇടത്ത്, മുന്ന്, പിന്നെ, അല്ലേ? മുകള്, താഴെ, 6 ഭാഗല്ലേ? എന്നാൽ ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين حسبي ربي جل الله. ഇത് അങ്ങനെ പറഞ്ഞു. പിശാച് അല്ലാഹുവോട് പറഞ്ഞു, നിന്റെ അടിമകളിൽ ഞാൻ എത്തിച്ചേരും, അവരുടെ ഉള്ളിൽ ഞാൻ കയറും. മിമ്പൈനിയും മുന്നിലൂടെ കയറും. ഒരു മനുഷ്യനിൽ ഞാൻ മുന്നിലൂടെ കയറും. മിൻ ഖൽഫിഹിം പിന്നിലൂടെ കയറും. വഅൻ അയ്മാനിഹിം വലത്തൂടെ കയറും. വഅൻ ശമായിലിഹിം ഇടത്തൂടെയും കയറും. വലാ തജിദു അക്സറഹും ശാകിരീൻ. അവരിൽ ഭൂരിഭാഗത്തിനും നിന്നെ നന്ദി ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. 4 ഭാഗല്ലേ പറഞ്ഞുള്ളൂ? ഒരു വസ്തുവിന് 6 ഭാഗം ഉണ്ടല്ലോ. ഉണ്ടോ ഇല്ലേ? ഒരു വസ്തുവിന് എത്ര ഉണ്ട്? 6 ഭാഗം. എന്നാൽ പിശാച് പറഞ്ഞത് ഞാൻ 4 ഭാഗത്ത് പ്രവേശിക്കുന്നു. എന്താ ഇതൊക്കെ എത്ര കാലം ഓതുന്നു? എന്താ ചിന്തിക്കാത്തത്? ഏതാ സൂറത്ത്? എന്റെ കൂടെ ഓട്. ഏതാണ്? ثم لآتينهم من بين أيديهم وعن شمائلهم ثم لآتينهم من بين أيديهم وعن أيمانهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഞാൻ നിന്റെ ദാസന്മാരിലും ദാസികളിലും പ്രവേശിക്കും. എങ്ങനെ പ്രവേശിക്കും? ഇബ്ലീസ് പറഞ്ഞു, ഞാൻ മുന്നിലൂടെ പ്രവേശിക്കും, പിന്നിലൂടെ പ്രവേശിക്കും, വലത്തൂടെ പ്രവേശിക്കും, ഇടത്തൂടെ പ്രവേശിക്കും. ഭൂരിഭാഗത്തിനെ നന്ദി ചെയ്യാൻ സമ്മതിക്കൂല. മുകൾ പറഞ്ഞില്ല, താഴെ പറഞ്ഞില്ല. ഇബ്ലീസിന് വിവരമില്ലാത്തതുകൊണ്ടാണോ? ആ 2 ഭാഗത്തൂടെ പ്രവേശിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് ഏത്? മുകളിലൂടെ പിശാച് പ്രവേശിക്കില്ല. താഴെ സുജൂദിന്റെ സ്ഥലമാണ്. അള്ളാഹുലേക്ക് അടിമ ഒതുങ്ങുന്ന സ്ഥലമാണ് താഴെ പ്രവേശിക്കില്ല, മേലൂടെയും പ്രവേശിക്കില്ല. മനസ്സിലായില്ലേ? 4 ഭാഗത്ത് പ്രവേശിക്കുള്ളൂ. മുന്നിൽ പ്രവേശിക്കും, പിന്നിൽ പ്രവേശിക്കും, വലത്ത്, ഇടത്ത്. താഴ്ഭാഗത്ത് പ്രവേശിക്കില്ല. എന്തുകൊണ്ട്? വസ്ജുദ് വഖ്തരിബ്. അല്ലേ? كلا كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. സുജൂദ് ചെയ്യുക, വഖ്തരിബ്, അല്ലാഹുവിലേക്ക് അടുക്കുക. അവിടെ കയറാൻ ആർക്ക് കഴിയില്ല? പിശാചിന് കഴിയില്ല, നേരം കഴിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സറിഞ്ഞ് മനസ്സിലാക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കണം. നോക്കൂ, നിങ്ങൾ ഒരു പേടിയും വേണ്ട. റബ്ബില്ലേ? ആ റബ്ബ് നമ്മളെ സംരക്ഷിക്കും. ഒരു പേടിയില്ല. മനസ്സിലായോ? ഏതൊരു ജീവിയാണെങ്കിലും പ്രശ്നം വന്നാൽ മുകളിലേക്ക് നോക്കും, തളർന്നാലോ താഴെ കിടക്കും, അള്ളാഹുവിലേക്ക് വീണ് കിടക്കും. അള്ളാഹുവിൽ സുജൂദ് ചെയ്യാത്ത ഒന്നും ഇല്ല. ഏതൊന്നും തലകുനിയും, അള്ളാഹുവിന് വേണ്ടി തലകുനിയും. ഏതൊന്നോ പ്രയാസപ്പെട്ടാൽ മുകളിലേക്ക് നോക്കും. എന്തുകൊണ്ട്? അവക്കെല്ലാം അള്ളാഹു ആരാ? റബ്ബാ. മനസ്സിലായില്ലേ? ഏതൊരാളെ ആര് സംരക്ഷിക്കും? എന്തിനു പഠിക്കണേ? ഇബ്ലീസും പട്ടാളം ഒരുമിച്ച് കൂടിയാൽ
ഇബ്ലീസിന്റെ പട്ടാളം ഒരുമിച്ച് കൂടിയാൽ മൂന്ന് കാര്യത്തിൽ സന്തോഷിക്കും പോലെ വേറൊരു കാര്യത്തിൽ അവർ സന്തോഷിക്കും. ഏതാ മൂന്ന് കാര്യം? ഒന്ന്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു മുഅ്മിനെ കൊലപ്പെടുത്തിയാൽ സന്തോഷമായി ആർക്ക്? ഇബ്ലീസിന്റെ പട്ടാളത്തിന്. രണ്ടാമത്തെ കാര്യം എന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ കാഫിറായി മരിച്ചു. ഒരുത്തൻ പോയി അവൻ സത്യനിഷേധത്തിൽ മരിച്ചു. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരില്ലേ? തലയെ കെട്ടി വയ പറഞ്ഞവർ വരെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കും. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായില്ല? അള്ളാഹു തആല അങ്ങനെ മരിക്കുന്നതിന് തൊട്ട് എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറഞ്ഞു അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കാഫിറായി മരിച്ചാലോ ശരിയാ, സന്തോഷ ആർക്ക്? ഇബ്ലീസ്. ദാരിദ്ര്യത്തെ പേടിയുള്ള ഏതൊരു ഹൃദയത്തെ കണ്ടാലും ഇബ്ലീസിന് ചിരിയാണ്. അവൻ പൂർണ്ണമായി ആരിൽ വിശ്വസിച്ചിട്ടില്ല? അള്ളാഹു വിശ്വസിച്ചു. ദാരിദ്ര്യ പേടിയൊന്നുമില്ല. കാരണം അവർ ആരുണ്ട്? എന്ത് പേടി? എന്ത് ഒരു കച്ചവടം പോലെ ഞാൻ അടുത്ത കച്ചവടം നോക്കും. ഒരു പേടി പിടിക്കണ്ട, ഒന്നുമില്ല. ഈ നാട് മുഴുവനും കൊറോണ ഉണ്ടായി, എല്ലാ പേടിയും പൂട്ടി. എന്തുണ്ടായത്? കച്ചവടക്കാർക്കെല്ലാം അവനവൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ചൊറുക്ക് കാണാൻ അല്ലാഹു തആല കൊടുത്ത അവസരമാണ് കൊറോണ. എനിക്ക് തോന്നുന്നത് കച്ചവടക്കാരൊക്കെ ദ്വാരക്കുണ്ടാവും. പഠിച്ചോനെ ഒരു കൊറോണയും കൂടി വന്നാൽ നന്നായി. കച്ചവടക്കാർ മുഴുവൻ അവൻ്റെ ഭാര്യയും മക്കളെയും കാണൂല. കാരണം രാത്രി 10 മണി 11 മണിയായിട്ടേ വരുള്ളൂ. സുബയോടുകൂടെ താക്കോലും കൊണ്ട് പോയി. അപ്പോൾ ഭാര്യയുടെ ചൊറുക്കാസ്വദിക്കാനോ കുട്ടികളെ ചൊറുക്കാസ്വദിക്കാനോ 90% കച്ചവടക്കാർക്കും കഴിയില്ല. അപ്പോഴാണ് അല്ലാഹു തആല കച്ചവടക്കാരുടെ മേൽ അല്ലാഹു തആലാന്റെ റഹ്മത്താണ്. എന്ത് വ്യാഴാഴ്ച മോദിയർ പള്ളിയിൽ മുദരിസായ ഉസ്താദ് വ്യാഴാഴ്ച വന്നാൽ ശനിയാഴ്ച രാവിലെ പോയി. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വന്നാൽ ശനിയാഴ്ച രാവിലെ. പിന്നെ വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കുട്ടികളെ കുറച്ച് നേരം ഇരുട്ടത്ത് കാണും. ഒരു മൈ ഇരുട്ടിൽ ഇങ്ങനെ പോകും. അപ്പോഴാണ് കൊറോണ വന്നത്. അപ്പോൾ എല്ലാ കമ്മിറ്റിക്കാരും മോദിയമ്മരോട് പോയി പറഞ്ഞു, ഇനി ഒരു അറിയിപ്പ് വരെ ഇങ്ങോട്ട് വരേണ്ടയില്ല. എല്ലാവരും റാഹത്തായി ജീവിച്ചു, നല്ല സന്തോഷമായി ജീവിച്ചു. പെണ്ണുങ്ങളെയും കണ്ടു, കുട്ടികളെയും കണ്ടു, സന്തോഷമായി. ഇപ്പം എല്ലാവർക്കും കൂടി പൂട്ടിയാണ്. ഒന്നും കൂടി എന്ത് വരാൻ? വേറെ കൊറോണ ഒന്നും കൂടി വന്നെങ്കിൽ എത്ര എണ്ണമായിരുന്നു എന്ന് വിചാരിക്കുന്നവരുമുണ്ടാവും. കൊറോണ കാരണം പട്ടിണി കിടന്ന് മരിച്ചു അങ്ങനത്തെ റിപ്പോർട്ട് കാലം വരെ വന്നോ? പറയൂ. ആളുകൾ ഇന്നാലിന് അമേരിക്കയിൽ ടെക്സാസിൽ, അല്ലെങ്കിൽ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ, അല്ലെങ്കിൽ ബെർലിനിൽ കൊറോണ കാരണം ചില ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു എന്ന റിപ്പോർട്ട് കാലം വരെ വന്നിട്ടില്ല. ഉണ്ടാവില്ല. ഇവിടെ റബ്ബുണ്ട്. അവനാരാ? അല്ലാഹ്. പിന്നെന്തിനാ പേടിക്കണത്? കൊറോണയിൽ വരെ സംരക്ഷിച്ച റബ്ബുണ്ടെങ്കിൽ പിന്നെന്തിനാ പേടിക്കണത്? ഏതൊരു ഹൃദയത്തിൽ ദാരിദ്ര്യത്തെ പേടിയുണ്ടോ ആ ഹൃദയത്തിന്റെ ഉടമക്കാരൻ ഇബ്ലീസാണ്. അപ്പൊ ഇബ്ലീസിന് ചിരിയാണ്, സന്തോഷ. ഇബ്ലീസ് ചിരിക്കുന്ന 3 കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒന്ന്, മനസ്സിലായില്ലേ? ഒന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ കൊലപ്പെടുത്തുക. 2, ഒരാൾ കാഫിറായി മരിക്കുക. 3, ദാരിദ്ര്യത്തെ പേടിക്കുന്ന ഹൃദയം. ഒക്കെ ഇബ്ലീസിന് ഇഷ്ടമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചത്തവരെ കൂടെ ഇരിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ചോദിച്ചു നബിയോട് തന്നെ, നബി ആരാണ് ഈ ചത്തോര്? അല്ലാഹുനാഥനാട്യന്മാർ എന്ന് മുഹമ്മദ് മുസ്തഫ. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വാക്ക് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു. എന്താണ് എന്താണ് ദാരിദ്ര്യം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖൗഫുൽ ഫഖരി, ദാരിദ്ര്യത്തെ പേടിയാണ്. ദാരിദ്ര്യത്തെ പേടിയാണ്. എന്ത് ദാരിദ്ര്യം? സമ്പത്ത് എന്നാൽ എന്താ? സമ്പന്നത എന്നാൽ എന്താ? അൽ അംനു ബില്ലാഹ്, വിശ്വസ്തമാകുക. ആരിൽ? അല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഒന്നിനും പേടിക്കണ്ട. കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഒപ്പിച്ചു കൊണ്ടുവന്ന പുതുമണമാട്ടിക്കുള്ള ആഭരണം മോഷ്ടിക്കപ്പെട്ട ഒരു കുടുംബം ഈ സദസ്സിലുണ്ട്. കുടുംബം കഴിഞ്ഞ ഞായറാഴ്ച നടക്കേണ്ട കല്യാണത്തിന് വേണ്ടി സ്വർണ്ണാഭരണം ആളുകൾക്ക് കാണിച്ചു കൊടുക്കവേ അതിൽപ്പെട്ട 6-7 പവൻ മോഷ്ടിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ ആഴ്ച ഈ കൂട്ടത്തിലെ കുടുംബമുണ്ട്. എന്നിട്ട് എന്തുണ്ടായത്? കല്യാണം നടന്നില്ലേ? നടന്നു. കല്യാണം നടന്നു. ഇവിടെ ഉണ്ട്. കല്യാണം നടന്നു. ആര് നടത്തി? അല്ലാഹ്. ഇനിയിപ്പോൾ എന്താണ്? അവിചാരിതമായി വന്നപ്പോൾ കടമുണ്ടാവും. ആ കടത്തെ വീട്ടിൽ തരും ആര്?
എന്തിന് പേടിക്കണോ? എന്തിന്? ആ സ്വർണം കൊണ്ടുപോയി കൊടുക്കും, ആ സ്വർണം കൊണ്ടുപോയി കൊടുക്കും, ദുനിയാവിൽ കൊടുക്കും, ആ കത്തിൽ കൊടുക്കും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മറ്റവൻ വെച്ചിരിക്കും, മുതൽ കിട്ടാണ്ട് അവിടെ. പേടിക്കണ്ട, വലിയ പേടിയും പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഒന്നും പോകേണ്ടതായിരിക്കും. ചില സമയത്ത് ചില ആളുകൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. എന്തിനാ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് ഏറിപ്പോവും. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അയാൾക്ക് ദോഷാണോ ഹൈറാണോ? ഒരാളെ ബ്ലഡ്, ആരോഗ്യവനായ ആളുടെ ബ്ലഡ് എടുത്ത് ഡൊണേറ്റ് ചെയ്യുന്നത് അയാൾക്ക് ഗുണമാണോ ദോഷമാണോ? ബ്ലഡ് ആവശ്യമുള്ള ഒരാൾക്ക് ബ്ലഡ് കൊടുത്തു, അത് ഗുണമാണോ ദോഷമാണോ? ഗുണമാണ്. ശരീരം ഒന്നും കൂടി എന്തായി? ആ ബ്ലഡിന്റെ ടൈറ്റ്നസ് പോയി, ഹാർട്ട് അറ്റാക്ക് കുറയും എന്നതുപോലെ ഇത്ര കണക്കാക്കിയാൽ മതി. അത് പോകേണ്ടതാണ്, അതാണ് പോയി പ്രാഹത്തായി. ഇത്രയുള്ളൂ, ഒന്നും നടക്കാൻ പോണില്ല, ഒന്നുമില്ല. മറ്റെല്ലാം കടല്ലേ, കടം ആര് തീർക്കും? അല്ലാഹ്. അവനൊരു പേരുണ്ട്, എന്റെ റബ്ബ്. ഏതൊരു കാര്യവും പരിഹരിച്ചു തരുന്നത് കൊണ്ട് അവന്റെ പേരാണ് റബ്ബ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അൽ അംനു ബില്ലാഹ്, അവനിൽ വിശ്വസിക്കുക, ഒന്നുണ്ടാവില്ല. ഈ ലോകം മുഴുവനും നിങ്ങളെ തകർക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു വിചാരിച്ചാലല്ലാതെ തകർക്കാൻ സാധ്യമല്ല. ഈ ലോകം മുഴുവനും നിങ്ങൾ നേതാവാക്കാൻ വിചാരിച്ചാൽ അല്ലാഹു വിചാരിച്ചാലല്ലാതെ നിങ്ങൾ നേതാവാക്കാനും സാധ്യമല്ല, ഒരിക്കലും. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണം റഹ്മത്തുള്ള ഖാസിമി എന്ന് അള്ളാഹിൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കാണും. അള്ളാഹിൻ്റെ തീരുമാനമില്ല. അള്ളാഹ് തീരുമാനം ഇല്ലെങ്കിലും, ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും അള്ളാഹ് തീരുമാനം ഇല്ലെങ്കിലും ഞാൻ എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നോമിനേറ്റ് കൊടുത്തിട്ട് എൻ്റെ നോമിനേഷൻ കൊടുത്ത് എൻ്റെ പൈസ ചിലവാക്കിയാലും എന്തുണ്ടാവില്ല. നമ്മളൊക്കെ നാദാപുരത്തുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ഒരു ആചാര്യ, അവരെല്ലാം നിയമസഭയിൽ മത്സരിക്കും, ഒറ്റയ്ക്ക് മത്സരിക്കും. അങ്ങനെ എം എൽ എ ആകാൻ അദ്ദേഹം മരിച്ചു. ആയുസ് മുഴുവനും എം എൽ എ ആകാൻ വേണ്ടി മത്സരിച്ച്. അങ്ങനെ അള്ളാഹ് തീരുമാനമില്ല. അള്ളാഹ് തീരുമാനം ഉണ്ടെങ്കിലോ, അള്ളാഹ് തീരുമാനമുണ്ടെങ്കിലോ, അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടായാലോ. കല്യാണത്തിന് പോയപ്പോൾ പുതിയാപ്പിള വരൂലാന്ന് വിവരം കിട്ടി. അപ്പോൾ മാന്യമായ കുടുംബം കല്യാണം ചെയ്യപ്പേതായാലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഉടുത്തിരിഞ്ഞ് ആ കുടുംബത്തിന്റെ ക്ഷണപ്രകാരം കല്യാണത്തിന് പോയ പുതിയാപ്പിള ഒരുത്തൻ അന്ന് പുതിയാപ്പിളയോ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ തഖ്ദീറിൽ ഇവനാണ് പുതിയാപ്പിള. സത്യാണോ അല്ലേ? എത്ര മനസ്സിലായില്ലേ? ഇവരെന്തിനു പോയനാ? ബിരിയാണി തിന്നാൻ പോയനാ. അവിടെ എത്തിയപ്പോൾ വിവരം കിട്ടി പുതിയാപ്പിള വരുന്നില്ല. അപ്പോൾ കുടുംബം തീരുമാനിച്ചു, പുതിയാപ്പിള വരുന്നെങ്കിൽ വരണ്ട, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ പുതിയാപ്പിളിനെ പറ്റിയ ഒരുത്തനെ കണ്ടു, അവൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടു. 10 മിനിറ്റ് 15 മിനിറ്റ് 25 ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കട്ടെ. ഒരു 3-4 ഫോൺ കോൾ ചെയ്തപ്പോഴത്തേന് അവരിവിടെ വന്നു. നിശ്ചയം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, നിക്കാഹം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പുതിയ അന്ന് വൈകുന്നേരം ഇവൻ്റെ പേരിൽ കിടന്നുറങ്ങി. എന്ത് ഇവനോ ഇപ്പം എന്തിനു പോയതാ? പറയടൂ, അന്ന് ബില്ലില്ലാത്ത ചോദിക്കാൻ പോയതാ. എന്തേ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? പറ ഉറക്കെ പറഞ്ഞു. ഞാൻ പറയാം. അസ്രോ പറയടാ, എണീറ്റക്ക് പറയാ. എങ്ങനെ കല്യാണം മുടങ്ങി? ഞാൻ അവനെ കണ്ടു പറഞ്ഞല്ല, പിന്നെ അവിടെ അങ്ങനെ ഉണ്ടായിട്ടൊന്നും ചോദിച്ചല്ല. അങ്ങനെ ഇത്രയും മനസ്സിലായില്ലേ? പറഞ്ഞു തീരുമാനിച്ചു. തലേന്ന് രാത്രി ഇവൻ കല്യാണ കയ്യും വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഇവൻ ആലോചിക്കണത്, ഒരു കെട്ടി ഒരു പെണ്ണിനെ കെട്ടിക്കണ പൊരയെ പോകുമ്പോൾ 1000 റുപ്യെങ്കിലും കൊടുക്കണമല്ലോ, അത് എവിടുന്ന് കിട്ടുന്ന ആലോചിക്കണം. ഇപ്പം കിടന്നുള്ളത് കല്യാണ പരിപാടി ചോറ് വെച്ച് പോരാൻ പറ്റുമല്ലോ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണല്ലോ പഠിച്ചോന്. നമ്മൾ ചെങ്ങായിൻ്റെ പെങ്ങളാണല്ലോ പഠിച്ചോനെ, എന്തെങ്കിലും കൊടുക്കണമല്ലോ. റബ്ബേ മേപ്പെട്ട് നോക്കിയിട്ട് അങ്ങനെ അന്തം വിട്ട് പൈസ കിട്ടുക എവിടുന്നാ കിട്ടാൻ ആലോചിച്ച് ഇങ്ങനെ ബേജാറായി. അവസാനം എങ്ങനെയോ ഉമ്മാൻ്റെ കയ്യിൽ നിന്നോ പെങ്ങളെ കയ്യിൽ നിന്നോ ഒരു 1000 റുപ്യ കടം വാങ്ങി അത് ലക്കോട്ടിലൊക്കെ ഇട്ട് പോയാലാ. പക്ഷെ ലക്കോട്ട് പിന്നെ എങ്ങോട്ടാ കിട്ടിയത്? എന്ത് തലേ രാത്രി ഏതൊരു ബെഡിൽ ഇവൻ കിടന്നുറങ്ങിയിട്ട് പഠിച്ചോനെ ആ പെണ്ണിനെ കെട്ടിക്കാൻ 1000 റുപ്യ കൊടുക്കാൻ എങ്ങനെയാണ് വഴി എന്നാലോചിച്ച് അവൾ പിറ്റേന്ന് ആ പെണ്ണിനെ കൊണ്ട് ആ ബെഡ് കിടന്നുറങ്ങി. എന്തുകൊണ്ട്? ഇവിടെ ഒരുത്തനുണ്ട്. അവൻ ആരാ? നമ്മുടെ തഖ്ദീറിനപ്പുറത്താണ്, നമ്മുടെ തദ്ബീറിനപ്പുറത്താണ് അവന്റെ തഖ്ദീർ. അല്ലെങ്കിൽ നമ്മുടെ തഖ്ദീറിനപ്പുറത്താണ് അവന്റെ തദ്ബീർ. അല്ലെങ്കിൽ നമ്മുടെ തദ്ബീറിനപ്പുറത്താണ് അവന്റെ തഖ്ദീർ. അവൻ ആരാണ്? അല്ലാഹ്. അവൻ ഉറങ്ങുകയില്ല. അവൻ ഉറക്കമില്ല, അവനും മറവിയില്ല. ഉറക്കം
അവന് മറവില്ല. നിന്നെ പേടിക്കണം. അള്ളാഹു എങ്ങനെ ഉറങ്ങിപ്പോയാലോ? നിങ്ങൾ ഇന്നെ വിരുന്നിനെ വിളിച്ച് നിങ്ങളെ വീട്ടിലേക്ക്. ഒരുത്തൻ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ബാല്യക്കാരൻ അവൻ്റെ വീട്ടിലേക്ക് എന്നെ വിരുന്നിനെ വിളിച്ചു. ഉസ്താദേ, നിങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വരണം, 9 മണിക്ക് വരണം, 10 മണിക്ക്. അങ്ങനെ ഞാൻ പുരയിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ എൻ്റെ വണ്ടി തെറ്റി, അവിടെ തെറ്റി, ഇവിടെ തെറ്റി, നേരെ വൈകുന്നേരനുസരിച്ച് ഞാൻ വിളിച്ചു. ഞാൻ 2 മണിക്കൂർ നേരം വൈകും. എൻ്റെ വീട് എവിടെ എനിക്കറിയില്ല. നമ്മൾ ബേജാറാണ്ട് ഉസ്താദ്, ഞങ്ങൾ വന്നോളൂ. അപ്പോൾ നമ്മൾ പിന്നെ പറയും, മൊബൈൽ അടുത്ത് വെച്ച് കിടക്കണേ, മൊബൈൽ സൈലൻ്റ് ആക്കരുതേ. മനസ്സിലായില്ലേ? ഇവൻ മൊബൈൽ അങ്ങനെ സൈലൻ്റ് ആക്കാതിരിക്കാൻ മറന്നുപോയി. ഇവൻ ക്ഷീണം കാരണം ഇവനാണ് ഉറങ്ങിപ്പോയി. പിന്നെ സുബൈൻ്റെ വാങ്ങ് കൊടുക്കുമ്പോൾ അറിയുന്നത്. അപ്പോഴത്തെ നമ്മൾ നട്ടത്ത് തിരിച്ചു വന്നു. എന്തുകൊണ്ട്? നമ്മൾ വിശ്വസിച്ച് പോയോ, ഉറങ്ങി. മനസ്സിലായില്ല? അപ്പൊ ഉറങ്ങാത്ത ഒരുത്തനുണ്ട്. അവനാരാ? അല്ലാഹ്. ഞാനൊരു ദിവസം ക്ഷീണിച്ച് വരികയാണ് മംഗലാപുരത്ത്, കോഴിക്കോട്ടേക്ക് ടിക്കറ്റ്. അങ്ങനെ AC റൂമിൽ എൻ്റെ ടിക്കറ്റാണ് അവർ തന്നത്. അതിൽ കയറി പറഞ്ഞു. അപ്പോൾ എൻ്റെ എന്ത് ചെയ്തു? ഭാര്യയോട് വിളിക്കാൻ പറഞ്ഞു. 3 മണിയാകുമ്പോൾ ഞാൻ കോഴിക്കോട് എത്തും, എന്നെ വിളിക്കണേ. വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സൈലൻ്റ് മാറ്റം മറന്നുപോയി. മനസ്സിലാണ്ട് പറഞ്ഞത്. പിന്നെ ഞാൻ ഉറക്കമുണർന്ന് വണ്ടി സ്ഥലത്ത് നിർത്തി നോക്കുമ്പോൾ ഷൊർണൂർ എഴുതിയിട്ടുണ്ട്. വേഗം അവിടെ നിന്ന് ഇറങ്ങി. എന്തുകൊണ്ട്? അപ്പോൾ കണ്ട പോലും പോലീസ് പിടിക്കും. കാരണം എൻ്റെ ടിക്കറ്റ് എത്രയേ ഉള്ളൂ. മനസ്സിലായ പറഞ്ഞത്? ഇവൾ വണ്ടി അടിച്ചടിച്ച് ഫോണിൽ അടിച്ചിട്ട് ഇവൾ കൈ കൊഴിഞ്ഞു എന്നല്ലാതെ ഞാൻ ഉണർന്നില്ല. എന്തുകൊണ്ട്? മൊബൈൽ തരണ്ട. ഈ പ്രശ്നം ആർക്ക് വരില്ല. അവന് മറവിയുമില്ല, ഉറക്കവുമില്ല. പിന്നെ എന്തിനാ പഠിക്കണേ? അല്ലാഹു അലൈഹി തവക്കൽ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله 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 الفاتحة.